സാധാരണ കിഡ്നിയിൽ കാണുന്ന റീനൽ ക്യാൻസറിൻ്റെ സിംറ്റംസ് വളരെ ലേറ്റ് ആയിട്ടേ കാണുള്ളൂ. നമ്മുടെ ബോഡിയിൽ കിഡ്നി അവിടെ ഉണ്ടായി അതിൽ ട്യൂമർ ഉണ്ടായിട്ട് അത് വളരെ വലുതായി കഴിഞ്ഞാൽ ഒന്നുകിൽ വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡ് കാണാം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ റയർ ആയിട്ടുണ്ടാവും. ചില കിഡ്നി ക്യാൻസറുകൾക്ക് വിട്ടുമാറാത്ത പനിയൊക്കെ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ റയർ ആണ്. യൂഷ്വലി കിഡ്നി ക്യാൻസർ അങ്ങനെ ഒരു ലക്ഷണമായിട്ട് പ്രസന്റ് ചെയ്ത് കാണുമ്പോഴേക്കും അതൊരു വലിയ ട്യൂമർ ആയിരിക്കും. എന്നിരുന്നാലും കിഡ്നി ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഗൈഡ് ലൈൻ സ്ക്രീനിംഗ് ഒന്നും പറയുന്നില്ല. ഒന്നാമത് അത് അത്ര കോമൺ അല്ലാത്ത ക്യാൻസർ ആണ്. രണ്ടാമത്തത് കിഡ്നി ക്യാൻസറിന് ട്രീറ്റ്മെന്റ് കുറച്ച് ലേറ്റ് ആയാൽ പോലും നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ കൂടുതലും കിഡ്നി ക്യാൻസർ കാണുന്നത് വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി സ്കാൻ എടുക്കുമ്പോഴാണ്. വയറുവേദനയ്ക്ക് സ്കാൻ എടുക്കുമ്പോൾ കിഡ്നിയിൽ ഒരു മുഴയായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ ഒരു മുഴയായിട്ട് കാണുന്നു. പലപ്പോഴും അങ്ങനെയുള്ള മുഴകൾ ക്യാൻസർ ആവാനാണ് സാധ്യത ഉള്ളത് എന്നതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. അതിനുശേഷമാണ് അത് ക്യാൻസർ ആണോ അല്ലെന്ന് ഉറപ്പിച്ചിട്ട് നമുക്കൊരു ഡയഗ്നോസിൽ എത്താൻ പറ്റുന്നത്. അപ്പോൾ ഗൈഡ് ലൈൻ ആയിട്ട് ഒരു സ്ക്രീനിങ് മെക്കാനിസം പറയുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാനോ മറ്റോ എടുത്തിട്ട് മേ ബി 2 വർഷത്തിലോ മറ്റോ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ട് കിഡ്നി പരിശോധിക്കുന്നതിൽ വലിയ തെറ്റില്ല. കാരണം ട്യൂമർ ചെറുതാണെങ്കിൽ നമുക്ക് പാർഷ്യൽ നെഫ്രക്ടമി, കിഡ്നിയുടെ മുഴ മാത്രം എടുക്കുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അല്ല വലുതാണെങ്കിൽ കിഡ്നി മുഴുവൻ എടുക്കുന്ന റാഡിക്കൽ നെഫ്രക്ടമി ചെയ്യേണ്ടി വരും.